ഹായ്, ഇന്നത്തെ നമ്മളെ യാത്ര കൺട്രി ക്ലബ്ബ് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ എന്തേ അടിപൊളിയല്ലേ യാത്ര? ഓക്കെ, നോക്കാം. നമ്മളെ മുതുമല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, എത്ര ഉണ്ടാവും? നമുക്ക് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റിയ ഒരു ഫോറസ്റ്റാണ് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റും അതേപോലെ തന്നെ മുതുമല ഫോറസ്റ്റൊക്കെ. ഇതുപോലുള്ള മൃഗങ്ങളെ കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അവിടെ എത്തും. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവത്തില്ല. ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ റൂട്ട് ചൂസ് ചെയ്യുക, എന്തായാലും നഷ്ടമാവില്ല. അത് ഫാമിലിയോട് കൂടെയാണെന്നുണ്ടെങ്കിൽ അതിലേറെ രസം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ ഒരു റൂട്ട്. ഇതൊരു ഭംഗിയാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ. റോഡും കാടും മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു. ഇനി അടുത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കിടക്കുക. അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വരുന്നത് 30 രൂപയുടെ ഒരു ടിക്കറ്റാണ്. ഇത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ഭാഗത്തേക്ക് ഒരു 10 കിലോമീറ്റർ പോയി. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മൾ റിസോർട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത് ഇതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഓഫീസുണ്ട്, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ. അതായത് ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുമ്പോഴാണ് കേട്ടോ ഈ ഇത് കാണിക്കണത്. ഇവിടെ സ്റ്റേക്ക് ഉണ്ട്, ഗവൺമെൻറ് സ്റ്റേക്ക് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഈ മംഗള പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡ്, മംഗള. ഓക്കെ, ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് ബന്ദിപ്പൂർ പോസ്റ്റ് ഓഫീസ്. ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മംഗള പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ റേഞ്ച് നമ്മൾ ഒന്നല്ലെങ്കിൽ മസിനഗുഡിയിൽ നിന്നിട്ട് പോരണം, അല്ലെങ്കിൽ ഈ റോഡ് കേട്ടോ. ഗൂഡല്ലൂർ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് ഓഫീസ് എത്തിന് മുമ്പ് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോവാം. മംഗള പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. അത് ഗൂഡല്ലൂരിൽ നിന്ന് തന്നെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് വരിക നല്ലത്. കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ലൊക്കേഷൻ ഇടാൻ കഴിയില്ല. ഇതിൽ ഏകദേശം 5 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. അവസാ എങ്ങോട്ടാണ്? ആന നമുക്ക് വേണ്ടത്. ഏകദേശം 3 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ അതേപോലെ ചെക്ക് പോസ്റ്റ് കാണാൻ കഴിയും. രാവിലെ 6 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. രാത്രി 9 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു.
ഒരു ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. നമ്മൾ ഷാജാണ് ഡ്രൈവ് ചെയ്ത് കൊടുക്കണേ. രാജു എങ്ങനെയുണ്ടേ? പൊളി പൊളി. ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ റിസോർട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചെറിയൊരു പെട്ടിക്കട. ഇതാണ് നമുക്ക് റിസോർട്ടുകളെ വഴി കേട്ടോ. ഇവിടെ കണ്ടോ കൺട്രി ക്ലബ്ബ് എന്നുണ്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്. ഇനി ഇതിലെ ഏകദേശം 1 കിലോമീറ്റർ ഓഫ് റോഡ് ഇങ്ങനെ പോകാണ്ട്. ഓഫ് റോഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്. നമ്മൾ ഏകദേശം എത്തി. ബോർഡ് കാണും ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇതാണ് റിസോർട്ട്. ഏകദേശം എത്തിത്തുടങ്ങി. ഇതൊക്കെ റിസോർട്ടിന്റെ ഭാഗമാണ്. ഏതാ ബന്ദിപ്പോ? നമ്മളെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ ഈ മാനാളൊക്കെ കാണുന്നത്. നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോൾ കാണാറുണ്ട്. ഇത് അതുപോലെയല്ല, നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം നമ്മളെ ചുറ്റുവട്ടത്തായിട്ട് ഇവരുണ്ടാവും. കുട്ടിയൊക്കെ ഇവിടുത്തെ ലോബിയാണ്. ഞങ്ങൾ കോട്ടേജിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. എലഫൻറ്റ് ബംഗ്ലോ എന്ന കോട്ടേജാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ ഇവിടെ 4 ഐറ്റം റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരു ശല്യമില്ല. മൊബൈലിന് റേഞ്ചില്ല കേട്ടോ ഇവിടെ. ഫുൾ ടൈം വൈഫൈ അവൈലബിൾ ആണ്. റൂമിലും റിസപ്ഷനിലും ഒക്കെ അവൈലബിൾ ആണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഏകദേശം 20ൻ്റെ അടുത്ത് ഐറ്റംസ് ഇവിടെ ഉണ്ട്. വെജായിട്ടും നോൺ വെജായിട്ടൊക്കെ ഒക്കെ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ സൂപ്പുമ്മ തുടങ്ങുകയാണ് ഷാജു.
കയ്യോടെടുക്കാനും പഞ്ചായത്ത് ഒന്നല്ല ഇവിടെ നവാസൊക്കെ നിങ്ങളെ പുലിൻ്റെ ഒപ്പം എന്നാണ് നവാസിന്റെ ഡിന്നർ കേട്ടോ. ഇന്നത്തെ ഡിന്നർ പുലിയോടൊപ്പം കടുവയോടൊപ്പം. അങ്ങനെയൊന്നുമില്ല. ഇതാണ് നാളത്തെ മുറുക്കാനുള്ള കുളം. മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേരിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. എൻ്റെ ഡിന്നറും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മളെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എന്താ നോക്കണേ? കാട്ടിലിറങ്ങി മാന് പിടിക്കാനേ. കാട്ടിലിറങ്ങി മാനെ പിടിക്കേ. ഇതെന്താണ്? ആടോ? യാത്ര ക്ലിയർ ഇല്ലടാ. ക്യാരറ്റാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ക്യാരറ്റ് ഇപ്പോൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ஒரு தோட்டத்துல வந்து பட்டணத்துக்கிட்ட ஒரு தோட்டத்தில் நாய்க்க தோட்டத்தில் ஐக்கிய போறா இருக்கிறா நல்ல சுகபோகமா ஆளு. வீடு பெரிய வீடு. ഷിബിജാൻ എങ്ങടാ? വാച്ച് ടവറിന്റെ മേലേക്ക് യാ നമ്മളെ ഷാജ് മേലെത്തി തുടങ്ങിയിട്ടുണ്ട്. വാ വാച്ച് ടവറിൻ്റെ മേലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഷാജു ഏകദേശം ഒരു 4 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ ഒത്ത നടുവിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് മേലെത്തി കഴിഞ്ഞാൽ കാണാൻ കഴിയും. മഞ്ഞൊക്കെ വീണിട്ടേ കണ്ടില്ലേ? ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഈ റിസോർട്ടൊക്കെയുള്ള വഴിയാണ് ഈ കാണുന്നത്. ഡയറക്റ്റ് റോഡൊന്നുമല്ല, പക്ക ഓഫ് റോഡാണ്. സൂര്യോദയം
സൂര്യൻ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സൗണ്ട് ഉണ്ടല്ലോ, കിളികളെ സൗണ്ടൊക്കെ കറക്റ്റ് കേൾക്കാൻ കഴിയും നമുക്ക്. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? വാച്ച് ടവറിനെ കുറിച്ച് എന്താ അഭിപ്രായം ഷെയ്ഫ്ജാൻ? വാച്ച് ടവർ ഒന്നും പറയാനില്ല. അവിടെ ഒരു ആനണ്ട്, അത് സൂം ചെയ്ത് കൊടുക്ക്. ഗ്രൗണ്ടാണ് കളിക്കാനുള്ളത്. അത്യാവശ്യം വലിയ ഗ്രൗണ്ട് കേട്ടോ. അതിന് മേലിനായിട്ടാണ് ചെറുതായി തോന്നുന്നത്. അജോ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ ഈ ഏരിയ. ഇതുപോലത്തെ ചിൽഡ്രൻസ് പാർക്ക് തന്നെയാണ്, വേറെ ചിൽഡ്രൻസ് പാർക്കാണ്. വോളിബോൾ കോർട്ടുണ്ട്. ആശാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി ഇറങ്ങിയാ തോന്നുന്നുണ്ട്. ഇനി മഞ്ഞെടുക്ക് ആ മുല വിട്ടുന്ന അമ്മ അവസേ പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത് കവിളിൽ പുഞ്ചിരിപ്പാലിന്റെ ചുണ്ടിൽ കാമുകനെ കണ്ട നേരം നഖം കടിക്കണ് കളം വരയ്ക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ്. അടിപൊളി പൂള്, ഇൻഫിനിറ്റി പൂള്. എങ്ങനെ ഉണ്ട്? പാർട്ടിയൊക്കെ നടത്തുള്ള ഏരിയ കേട്ടോ. ഫുഡിൻ്റെ സെക്ഷനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനുകളാണ്. സാമ്പാർ കിട്ടില്ല. എന്താണ് അവസ്ഥ? എന്തൊക്കെ രാവിലെ തന്നെ ജ്യൂസോ ഒന്നും വെറുതെ ഇവിടെ എടുത്തിട്ടോ? പ്രോട്ടീൻ അല്ലേ? എന്താ പണ്ടൊക്കെ രാവിലെ തന്നെ വത്തക്ക ജ്യൂസ്.
ബ്രേക്ക്ഫാസ്റ്റേ ലാവിഷാക്കി, ഒന്നും നോക്കില്ല. എന്താണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, പൂരി ഉണ്ട്, മുട്ട ഉണ്ട്, പിന്നെന്താണ് ദോശ ഉണ്ട്, പരിപ്പുവട ഉണ്ട്. അന്നെ കാണിച്ചാളെ അതിലെന്തൊക്കെയാണ് കാണിച്ചു കൊടുത്താ? പ്രോട്ടീനാണ്, പ്രോട്ടീൻ 1 2 അടിപൊളി. എന്താണ് എന്താണ് രാവിലെ വൈകുന്നേരത്തൊക്കെ കിട്ടാമല്ലോ. എന്തൊരവസ്ഥ, ഒരുങ്ങി വന്നിക്കല്ലോ. എവിടുക്കതൊക്കെ പോടേ അപ്പൊ ഉച്ചക്കോ? അത് കാണാം, കുറച്ചായിട്ട് കാണാൻ നോക്കി. മുട്ട ആദ്യം 2 പൊട്ടി അവിടെ. അതിന് പുറത്ത് വേറെ മുട്ട. നഷ്ട കച്ചവടമുള്ള ബ്രേക്ക്ഫാസ്റ്റ്, കോൺഫ്ലക്സ്, എന്തൊക്കെയാണ്. അടുത്ത ചാട കേട്ടോ, ഇത് കഴിഞ്ഞാ ചാട നീന്താളാണ്. അങ്ങനെ എന്താ ഒട്ടകോ? ആ ഓക്കെ സെറ്റ്. അയ്യോ ഷബീബ് ജാനാണ് നമ്മളെ ചങ്ക്. അയ്യോ എന്താ തവളയാണോ? ഷബീജാനെ എന്താ തവള? രാജ എന്താ എനിക്ക് ഇറങ്ങാനും മടി, തണുക്കുണ്ടോ? ഷാജു ചാട് ചാട്. വാ ഇനി കുട്ടിയാക്കുള്ള ഏരിയയാണ്, ചിൽഡ്രൻസ് ഏരിയ. ഞാൻ വാസ് ചാടേ. കുട്ടിയാക്കുള്ളാണ്, നീന്തരാത്ത കുട്ടിയാക്കുള്ളത്. ഓക്കെ എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട് പൂളെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വേറെ എവിടെ റിസോർട്ട് പോയാലും ഇത്ര വലിപ്പമുള്ള പൂളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. സെറ്റ് സെറ്റ്. ചാടിയല്ലോ ചാടിയല്ലോ. വാ ഉണ്ട് ഉണ്ട്. ആ ചാടി ചാടി. സെറ്റ് സെറ്റ്. Wow. പൂളിന്റെ ഏരിയ കേട്ടോ, അത്ര ഏരിയ ഉണ്ട്. അവസാ എങ്ങനെ നമ്മളെ പൂള് എങ്ങനെ തണുക്കുണ്ടോ? തണുക്കുണ്ടോ? അങ്കിൾ ഏരിയ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ചിൽഡ്രൻസ് ഏരിയ അവിടെയാണ്. നീന്തറിയാത്തവർക്ക് കളേ.
ഷെബീജാന്റെ കഴിവാണ്. ഒരു കാലത്ത് സൂപ്പർ കപ്പിന്റെ താരമായിരുന്നു ഷെബീജാൻ. സെറ്റാണേ, സ്റ്റാർട്ട്. പോയി ആ ബൾബ് പോയി. ഒരു കാലത്ത് MSP മലപ്പുറത്തിന്റെ മിന്നും താരമായ ഷെബീജാന്റെ കയ്യിലാണ് ഇപ്പോൾ ബോളുള്ളത്. സൂപ്പർ കപ്പിന് വേണ്ടി ഷെബീജാൻ പലതവണ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഒപ്പമുള്ളത് മിസ്റ്റർ നവാസ്. ഓൺലി കണ്ടകളി പ്ലെയർ മിസ്റ്റർ നവാസ്. സൂപ്പർ കപ്പ് ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഷെബീജാന്റെ കൂടെ പന്ത്. അങ്ങനെ നമ്മള് റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. ഈ റിസോർട്ടിന്റെ താല്പര്യമുള്ളവരൊക്കെ പോവാം. ഓക്കെ, ഒന്നും കാണില്ല. അല്ലാ നോക്ക്. കണ്ടുപിടി മക്കളെ. ആയി